ഏതായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി അല്പസമയത്തിനകം വിധി പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നും അതിനാൽ ദൃശ്യം കോടതി കാണണമെന്നും പ്രതിഭാഗം വാദിക്കുകയായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. പരാതിക്ക് അടിസ്ഥാനമായ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും ജാങ്കോ സ്പേസ് യൂട്യൂബ് ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റില്ലെന്നും വീഡിയോ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് ചാനലിനെതിരായാണ് നടപടി വേണ്ടതും എന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. സൈഫുന്നീസ അലിയാരുടെ വിശദാംശങ്ങളുമായി. സൈഫുന്നീസ, ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കോടതി കാണുന്നുണ്ടോ? ചേംബറിൽ ഉൾപ്പെടെ കാണാനുള്ള ശ്രമമുണ്ടോ? ഏത് രീതിയിലായിരിക്കും വിധി പ്രസ്താവം എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. വിനീത, ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ അല്പസമയത്തിനകം തന്നെ കോടതി വിധി പറയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 വിധി പ്രസ്താവിക്കുക.